ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുഖത്തെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണ് അതൊക്കെ മാറാനും, പിന്നെ നമ്മുടെ മുഖത്തെ ടാൻ പിഗ്മെൻറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് അവിടെ ഇവിടേക്ക് കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാനും, പിന്നെ നമ്മുടെ മുഖത്തെ കുരുക്കളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും, നമ്മുടെ മുഖം ഒന്ന് നല്ല ലൈറ്റനാക്കാനും അതുപോലെ നല്ല വൈറ്റനാക്കാനും സാധിക്കുന്ന ഒരു മസാജും പാക്കുമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യണത്. ഒന്ന് മസാജിങ്ങും 2 പാക്കുമായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ തക്കാളി കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിങ് റിസൾട്ടാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യണതിൻ്റെ ഇരട്ടി റിസൾട്ടാണ് നമുക്ക് ഞാനിപ്പോൾ ഈ പറയാൻ പോകണം. ഈ ഒരു മസാജും പാക്കും നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകണം. നിങ്ങൾക്കത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടുന്നല്ലോ. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മസാജിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി മുറിച്ച് അതിൻ്റെ ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെനിക്ക് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, തക്കാളി മാത്രം മതി ഒരു മസാജിന്. ഇനി ഒരു ഫോർക്കോ കത്തി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാട്ടെ. ഇതിൻ്റെ നീരും പൾപ്പ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണേ. അപ്പം ഇതിനകത്ത് ഞാൻ നന്നായി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വെച്ച് നമ്മുടെ ഫേസും മുഴുവൻ നമുക്ക് 2-3 മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പം നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ ഡമ്മോഡ പാക്കിന്റെ റിസൾട്ട് നല്ല ഇരട്ടി ആവാനും നല്ലതാട്ടോ. നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയം കൂടെ നമുക്ക് ഇതിൻ്റെ പാക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പം ആ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു 2 സ്പൂൺ നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് പയറുപൊടിയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചാട്ടോ. അപ്പോൾ 1 സ്പൂൺ പയറുപൊടി നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. മുഖം ആശേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പാക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫേസിൽ തിക്കായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ചെറുപയറുപൊടി നമ്മുടെ ഫേസ് നല്ലപോലെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനും നമ്മുടെ പോർസിലത്തെ അഴുക്കൊക്കെ പോകാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഓയിലൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യാനും പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യാനും ചെറുപയറുപൊടി നല്ലതാട്ടോ. അപ്പോൾ ഈ പാക്ക് നല്ല തിക്കായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി വെച്ചിട്ടുള്ള മസാജ് നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു മാസ്ക് നമ്മൾ ആഴ്ചയിൽ 3 വട്ടം മാത്രമേ യൂസ് ചെയ്താൽ മതി കേട്ടോ. പാക്ക് ഞാൻ ഫേസിൽ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് തരാം കേട്ടോ. ഇപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അലോവേര ജെല്ലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഏത് ഫേസ് പാക്കും ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പാക്കൊക്കെ ഇട്ടാലും നമ്മുടെ ഫേസ് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ചേഞ്ച് നമ്മുടെ ഫേസിൽ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമ്മുടെ ഫേസിലെ ടാനും പിഗ്മെൻറ്റേഷനും ആ കറുത്ത പാടിലൊക്കെ നല്ല പോലെ മാറിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നല്ല വൈറ്റനാവാനും ലൈറ്റനാവാനും നല്ല ഒരു മസാജും പാക്കാണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റിലൊന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.